ഹലോ, ഇന്ന് രാവിലെ തന്നെ പറമ്പിലേക്കൊന്ന് ഇറങ്ങിയതാണേ. നമ്മുടെ നാട്ടിൻപുറങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് കറി വെക്കാനൊന്നും പ്രത്യേകിച്ച് പച്ചക്കറിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ പറമ്പിലോട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കറി വെക്കാനുള്ളതൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളെ ഇന്ന് ഞാൻ ഒരു കൂട്ടം കാണിച്ചു തരാം. ഇതാണ് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് കശുവണ്ടി. അപ്പോൾ ഇതെടുക്കാനാണ് നമ്മൾ രാവിലെ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മുളച്ച കശുവണ്ടിയാണ്. ഇപ്പോൾ നല്ല മഴയൊക്കെയുള്ള സമയമല്ലേ, അപ്പോൾ നമുക്ക് ഡെയിലി ഈ കശുവണ്ടിയൊന്നും പെറുക്കിയെടുക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ നിലത്ത് വീഴുന്ന കശുവണ്ടിയൊക്കെ ഇതുപോലെ മുളച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കിന്നൊന്ന് പെറുക്കിയെടുക്കാം. ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ കശുമാവിൻ്റെ ചോട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് കശുവണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇത്തിരി മുളച്ച് അധികമായിട്ടുള്ളതാണ്. ഇതിൻ്റെ വേരൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ആ പരിപ്പിനൊരു പച്ച കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിലായിട്ട് നമുക്ക് ഇത് കണ്ടത് തുറന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഉള്ളിലായിട്ട് അതിൻ്റെ ഇലയൊക്കെ കാണാം. അപ്പോൾ ഇതാണ് വലിയ മരമായിട്ട് വളരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കറി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇത്രയും മുളച്ചത് നല്ല ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇത് പച്ചയ്ക്ക് കഴിക്കാനാണ് ടേസ്റ്റ്. നന്നായിട്ട് കഴുകിയെടുത്തിട്ട് പച്ചയ്ക്ക് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് കറി വെക്കാനാണെങ്കിൽ ഇതുപോലെ ചെറിയ മുള വന്നിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പിന്നെ പച്ച കശുവണ്ടി ആവണം. അപ്പോൾ ഇത് രണ്ടും ആണ് കറി വെക്കാനായിട്ട് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കൂടുതൽ മുളച്ച് വന്നിട്ടുള്ളതൊക്കെ പച്ചയ്ക്ക് കഴിക്കും. നന്നായിട്ട് കഴുകിയെടുത്ത് പച്ചയ്ക്ക് കഴിക്കാറാണ് പതിവ്. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ എടുത്തിട്ട് കുറേയൊക്കെ കറി വെക്കും, കുറേയൊക്കെ പച്ചയ്ക്ക് തന്നെ കഴിക്കും. അപ്പോൾ ഇതാ ഒരുപാടുണ്ട് ഇവിടെ. ഇതൊക്കെ നമുക്ക് പെറുക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അത്യാവശ്യം ഒരു കറിക്കുള്ളത് പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് കൊണ്ടുപോയിട്ട് നന്നായിട്ട് കഴുകി കറി വെക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഇതാ ഞാനത് കശുവണ്ടിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നിറച്ച് മണ്ണായിരുന്നു, അപ്പോൾ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതുപോലെ കയ്യിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി എടുത്തിട്ടുണ്ട്. അതായത് കശുവണ്ടിക്ക് ഒരു കറയുണ്ട്, അപ്പോൾ അത് നമ്മുടെ കൈ പറ്റിയിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളും. അതുപോലെ ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ മടക്കി എടുത്തിട്ടാണിത് മുറിച്ചെടുക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഗ്ലൗസ് ഇട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു പഴയ തുണിയോ വല്ലതും കയ്യിലെടുത്ത് ഇതുപോലെ തന്നെ മുറിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് മുറിക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കട്ട് ചെയ്യുമ്പം അതിനകത്തുള്ള ആ ചൊന അത് നമ്മുടെ മുഖത്തോട്ടൊക്കെ തെറിക്കും. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ കയ്യിൽ പറ്റാതെ നോക്കണം. നമ്മുടെ ഇത് കയ്യിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു തൊലി പോവും. 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഇങ്ങനെ തൊലി പോയിട്ടുണ്ടാവും. വേറെ കുഴപ്പമൊന്നുമില്ല, 2-3-4 ദിവസം കഴിയുമ്പോഴേക്കും മാറിക്കോളും. എന്നാലും കയ്യിൽ പറ്റാതെ തന്നെ മാക്സിമം എടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ മുനയുള്ളൊരു കത്തി വെച്ചിട്ട് വേണം നമ്മളിത് കുത്തിയെടുക്കാനേ. കുറച്ച് പാടുള്ള പണിയാണ്, എന്നാലും കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് എത്ര പാടുണ്ടെങ്കിലും നമ്മളത് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇതാ ഞാനിതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ന്യൂസ് പേപ്പറിൻ്റെ മുകളിലേക്കാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഈ ന്യൂസ് പേപ്പറിൽ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. അതിനുള്ളിലെ ആ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ കൈ പറ്റിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തിരുമ്മിയെടുക്കുന്നത്. അപ്പോൾ കൈ എപ്പോഴും ഇത്തിരി വെളിച്ചെണ്ണ പുരട്ടിയിട്ട് മാത്രം ഇങ്ങനെ ചെയ്യാം കേട്ടോ. അഥവാ കയ്യിൽ കുറച്ച് പറ്റിയാൽ തന്നെ വെളിച്ചെണ്ണ പുരട്ടുവാണെങ്കിൽ പൊള്ളുമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഇനി നമുക്കിതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഈ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിലർ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകുന്ന കാണാം. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പച്ചവെള്ളം ഒഴിച്ച് കഴുകിയാലും മതി. പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ട് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. സാധാരണ നമ്മളിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് കഴിയുമ്പോഴേക്കും കറി വെക്കാൻ ബാക്കി ഉണ്ടാവാറില്ല. എല്ലാവരും കൂടെ ഇത് കഴിച്ച് തീർക്കാറാണ് പതിവ്. പച്ചയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ ഉണക്ക കശുവണ്ടി വാങ്ങിക്കില്ലേ, അതിലും നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ കറി വെക്കാനായിട്ട് മിച്ചമൊന്നും കാണില്ല സാധാരണയായിട്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ആരെയും അടുപ്പിച്ചിട്ടില്ല, ഞാൻ തന്നെ ഇരുന്നാണിത് റെഡിയാക്കി എടുക്കുന്നത്.
ഞാനിപ്പോൾ കശുവണ്ടിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതിയാകും. ചൂടുവെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് കഴുകിയെടുത്താൽ മതിയാകും. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുകൊന്ന് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ചെറിയുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ചെറിയുള്ളി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത്. തേങ്ങാക്കൊത്ത് ചേർത്തതിന് ശേഷം അതും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരണം. ഇപ്പോൾ അത് ഏകദേശം ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴാണ് കേട്ടോ ആ തേങ്ങ കൊത്തിന് നല്ലൊരു സ്വാദുണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയെ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളൊക്കെ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഗ്രേവിയുള്ള കറിയല്ല, ജസ്റ്റ് തോരൻ പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് വേവായി കിട്ടുന്നതിന് വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇനി നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 10 മിനിറ്റോളം വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കശുവണ്ടി കറി വേവായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി അധികം വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് തുറന്ന് വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതിയാകുമേ. ഇതിപ്പോൾ പാകത്തിനാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി കശുവണ്ടി കറി റെഡിയാണ്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ കശുവണ്ടിയൊക്കെ ഉള്ളവർ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ.